ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഡാറ്റാബേസിൽ ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കിയത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രൊജക്റ്റിന്റെ ആദ്യത്തെ ഒരു ഫങ്ഷണാലിറ്റിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു യൂസർ മൊഡ്യൂൾ. യൂസറിനും അഡ്മിനും കോമൺ ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണല്ലേ ക്രിയേറ്റ് അക്കൗണ്ട് ആൻഡ് ലോഗിൻ. അഡ്മിന്റെ കേസിൽ അഡ്മിന്റെ പേര് നമ്മൾ ഹാർഡ് കോഡ് ചെയ്തായിരിക്കും പോകുന്നത്. അതായത് ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും. ആ ഒരു ഇമെയിൽ ഐ ഡി ആണെങ്കിൽ മാത്രം അഡ്മിനിലോട്ട് പോകും. യൂസറിന്റെ കേസിൽ ഡൈനാമിക് ആയിരിക്കും. അതായത് യൂസറിന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു യൂസറിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അതേപോലെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് HTTP മെത്തേഡ്സ് പഠിക്കാനുണ്ട്. സോ ബേസിക്കലി HTTP മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഗെറ്റ് മെത്തേഡ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഒരു റിസോഴ്സിനെ ഫെച്ച് ചെയ്യാനാണ്. ആൾറെഡി എവിടെയെങ്കിലും പ്രസന്റ് ആയിരിക്കുന്ന ഒരു റിസോഴ്സിനെ ഫെച്ച് ചെയ്യാനാണ്. ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു HTTP മെത്തേഡാണ് ഗെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മെത്തേഡ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് പോകുന്നത് ഗെറ്റ് മെത്തേഡ് ആയിരിക്കും. പോസ്റ്റ് മെത്തേഡ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു പുതിയ റെക്കോർഡ് എവിടെയെങ്കിലും അല്ലെങ്കിൽ പുതിയ റിസോഴ്സ് എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിരിക്കും. ലൈക്ക് ഡേറ്റാബേസിലോട്ട് ആഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും. പുട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് റിസോഴ്സിനകത്തുള്ള ഒരു എക്സിസ്റ്റിംഗ് ഡേറ്റനെ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും. ഫോർ എക്സാമ്പിൾ നെയിം ഇമെയിൽ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. അതിൽ ഇമെയിൽ ചേഞ്ച് ചെയ്യണം അല്ലേ? ആൾറെഡി ഡേറ്റാബേസിൽ പ്രസന്റ് ആയിരിക്കും ഈ ഡേറ്റ. അപ്പൊ അതിലൊരു ഇമെയിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണമെങ്കിൽ പുട്ടിൽ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിലീറ്റ് ആണ്. ഡിലീറ്റ് എന്ന് പറയുമ്പോൾ ആൾറെഡി പ്രസന്റ് ആയിട്ടിരിക്കുന്ന ഒരു റിസോഴ്സിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് എന്ന് പറയുന്ന HTTP മെത്തേഡ് കൊടുക്കും. പാച്ചും പുട്ടും ആക്ച്വലി സിമിലർ ആണ്. ഒരു റിസോഴ്സിന്റെ പാർഷ്യലി അപ്ഡേറ്റ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ നെയിം ഇമെയിൽ പാസ്വേഡ്, അതിൽ ഇമെയിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ബാക്കി രണ്ടും ആൾറെഡി നിലവിലുള്ളത് എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അത്തരത്തിലാണെങ്കിൽ പാച്ച് കൊടുക്കും. ആക്ച്വലി പുട്ടും പാച്ചും സിമിലർ ആണ്. അപ്ഡേറ്റ് എന്ന് പറയുന്ന കാറ്റഗറിക്കാണ് യൂസ് ചെയ്യുന്നത്. പുട്ട് നമുക്ക് മൊത്തം ഫുൾ ഡേറ്റേനെയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫുൾ റിസോഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ, പാർഷ്യലി അപ്ഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. എന്നാൽ പാച്ച് ആണെങ്കിൽ പാർഷ്യലി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. സോ ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് രണ്ടും സിമിലർ വേസിലാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇവിടെ നമ്മൾ ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ സ്പ്രിംഗ് ബൂട്ടിന് ആക്ച്വലി സ്പ്രിംഗ് ബൂട്ടിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് ബൂട്ട് എന്ന് പറയുന്നത് മെയിൻലി ബാക്ക് എൻഡിനാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ബാക്ക് എൻഡ് സെർവറാണ്. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു സെർവർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാക്ക് എൻഡ് റൺ ചെയ്യുന്നത് ലോക്കൽ ഹോസ്റ്റ് 8080 വരും. ഫ്രണ്ട് എൻഡ് റൺ ചെയ്യുന്ന ലോക്കൽ ഹോസ്റ്റ് 9055 രണ്ട് സെർവർ അല്ലെ, രണ്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്ന സെർവറിൽ നിന്ന് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതാണ്. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ റെസ്റ്റ് API അല്ലെ API വെച്ചിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ബേസിക് ആയിട്ട് ഒരു സ്പ്രിംഗ് ബൂട്ട് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്പ്രിംഗ് ബൂട്ടിന്റെ ഇതേ സെർവറിൽ തന്നെ ആയിരിക്കും, അതായത് 8080 ലോക്കൽ ഹോസ്റ്റ് 8080 എന്ന് പറയുന്ന സെർവറിലായിരിക്കും HTML ഫയൽസും പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്റ്റഡി പർപ്പസ് ആയതുകൊണ്ട്. സോ അതുകൊണ്ട് നമുക്കൊരു ഫോം വെച്ചിട്ടായിരിക്കും ഒരു ഡേറ്റാസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? സോ അത് ഒരു ഫോം വെച്ചിട്ടായിരിക്കും നമുക്ക് ഡിലീറ്റും അപ്ഡേറ്റും എല്ലാ ഓപ്പറേഷൻസും ഫോം എന്ന് പറയുന്ന HTML ടാഗ് വെച്ചിട്ടായിരിക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കേസിൽ ഗെറ്റും പോസ്റ്റും മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതിപ്പോൾ ഡിലീറ്റ് ചെയ്യാനായാലും പുട്ട് ചെയ്യാനായാലും നമ്മൾ പോസ്റ്റ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. കാര്യം എന്താ? HTMLന്റെ ഫോം എന്ന് പറയുന്ന ടാഗിനകത്തൊരു മെത്തേഡ് ഉണ്ടല്ലേ, ആ മെത്തേഡ് എയ്തർ ഗെറ്റ് ഓർ പോസ്റ്റ്, ഈ രണ്ട് പേര് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ബാക്കി ഇതിന്റെ യഥാർത്ഥ ഫങ്ഷണാലിറ്റി വെച്ചിട്ട് റെസ്റ്റ് API പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. സോ എങ്ങനെയാണ് ഒരു ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് ഞാൻ പറഞ്ഞു ജാവ റിലേറ്റഡ് കോഡ്സ് എല്ലാം SRC മെയിൻ ഡോട്ട് ജാവയിലായിരിക്കും നമ്മൾ പ്രൈസ് ചെയ്യുന്നത്. എന്നാൽ HTML റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകൾ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് റിലേറ്റഡ് ആയിട്ട് ഇതേ സെർവറിൽ റൺ ചെയ്യുന്ന ഫയൽസ് നമ്മൾ എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്? SRC main/resource എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും. ആ ഫോൾഡറിനകത്ത് 3 ഫയൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഡോട്ട് പ്രോപ്പർട്ടീസ്, നമ്മളെ ഈ സ്പ്രിംഗ് ബൂട്ടിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം എഴുതുന്ന ഫയൽ. പിന്നെ 2 ഫോൾഡേഴ്സ് ആണ്, സ്റ്റാറ്റിക് ഫോൾഡറും ടെംപ്ലേറ്റ്സ് ഫോൾഡർ. സോ സ്റ്റാറ്റിക് ഫോൾഡർ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തായിരിക്കും നമ്മൾ CSS, നമ്മുടെ ഇമേജ് ആയിട്ടുള്ള അസറ്റ്സ്, ജാവാസ്ക്രിപ്റ്റ് കോഡുകളെല്ലാം സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫോൾഡറിലും HTML ഫയൽസ് എല്ലാം ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫയലിലായിരിക്കും സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ
ഞാൻ ടെംപ്ലേറ്റ്സിനകത്ത് ഒരു പുതിയൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാണ്. സോ എങ്ങനെയാ പുതിയ HTML ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെംപ്ലേറ്റ്സ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ടാബ് എടുക്കുക, ദെൻ അതേഴ്സ് എടുക്കുക. അതേഴ്സിൽ ഇവിടെ സെർച്ച് ചെയ്യുക HTML. സോ HTML ഫയൽ വരും. ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. സോ ഇവിടെ പേര് ചോദിക്കും. സോ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് രജിസ്റ്റർ ആണല്ലേ. സോ രജിസ്റ്റർ ഡോട്ട് HTML എന്ന് കൊടുക്കുക. സോ ഒരു HTML പേജ് ഇവിടെ ക്രിയേറ്റ് ആവും. ദെൻ നമുക്കൊരു CSS ഫയൽ വേണം. അതിന് സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. CSS എന്ന പേര് കൊടുത്ത് ഒരു പുതിയ ഫോൾഡർ സ്റ്റാറ്റിക്കിനകത്ത് ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ CSSനകത്ത് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതിനായിട്ട് ന്യൂ അതേഴ്സിൽ പോവുക, ദെൻ CSS എന്ന് സെർച്ച് ചെയ്യുക. സോ CSS ഫയൽ വരും. നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നമുക്ക് CSSന്റെ പേര് ഞാനിപ്പോൾ സ്റ്റൈൽസ് ഡോട്ട് CSS എന്നാണ് കൊടുക്കുന്നത്. അത് കൊടുക്കും. സോ ആൾറെഡി ഫ്രണ്ട് എൻഡ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു HTML അതിന്റെ കറസ്പോണ്ടിങ് CSS ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം യൂസ് ചെയ്യാനായിട്ട്. സോ ആൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് CSS സ്റ്റൈൽസ് ഞാൻ ഇവിടെ CSSൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ രജിസ്ട്രേഷൻ പേജിന് ആവശ്യമായിട്ടുള്ള ഒരു ഫോം, ബേസിക് ഫോം ആണ്. ആ പേജും ഞാനിവിടെ കോഡ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് യൂസർ ഡേറ്റയാണ് അല്ലേ. അപ്പോൾ യൂസർ ഡേറ്റയിൽ നമ്മളിവിടെ 3 ഫീൽഡാണ് കൊടുത്തിരിക്കുന്നത്: നെയിം, ഇമെയിൽ ആൻഡ് പാസ്വേഡ്. സോ ഈ 3 ഡേറ്റാസ് ആണ് നമ്മളൊരു യൂസറെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് എൻഡിൽ നിന്ന് വാങ്ങിക്കേണ്ടത്. ID എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഡാറ്റാബേസിൽ ഓട്ടോ ജനറേറ്റ് ആവുന്ന വാല്യൂസ് ആണ്. സോ രജിസ്റ്റർ എന്ന് പറയുന്ന പേജിനകത്ത് ആക്ച്വലി കണ്ടെയ്നർ ഈ ക്ലാസ്സസ് കൊടുത്തിരിക്കുന്ന ഈ CSS ഫയലിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഈ CSS ഫയൽ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സോ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നത്? ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ലിങ്ക് ടാഗ് ഓപ്പൺ ചെയ്യുക. ലിങ്ക് rel ഈസ് ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്, ദെൻ href ലൊക്കേഷൻ കൊടുക്കണം അല്ലേ. href എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? സ്റ്റാറ്റിക്കിനകത്ത് CSSലാണ്. സോ സ്റ്റാറ്റിക് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്യും. അപ്പം നമ്മളിവിടെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത പുതിയ ഫോൾഡറിന്റെ പേര് മാത്രം കൊടുത്താൽ മതി. ലൈക്ക് /CSS/ നമ്മൾ അതിനകത്തുള്ള ഫയലിന്റെ പേരെന്താ? സ്റ്റൈൽസ് ഡോട്ട് CSS ആണ് അല്ലേ. സോ ആ ഫയൽ നെയിം ഇവിടെ കൊടുക്കും, സ്റ്റൈൽസ് ഡോട്ട് CSS. ഓക്കെ, ഇനി ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടെങ്കിൽ അത് ഈ ബോഡിക്ക് മുമ്പായിട്ട് ഇതേപോലെ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ആ ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ഫോം ടാഗ് ഓപ്പണും ക്ലോസും ചെയ്തിട്ടുണ്ട്. ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്, നെയിം എന്ന് പറഞ്ഞ്. പിന്നെ ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഐഡിയും നെയിമും മസ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കണം. സോ എന്താ ID? എന്തെങ്കിലും തരത്തിലുള്ള CSSO അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാലിഡേഷൻ അങ്ങനെയൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ID എന്ന് പറയുന്ന ഫാക്ടർ വേണം അല്ലേ. സോ അതുകൊണ്ട് ഓരോ ഫീൽഡിനും ഞാൻ ID കൊടുത്തിട്ടുണ്ട്. അതേപോലെ നെയിം എന്ന് പറയുന്ന ഫീൽഡാണ് നമുക്കിവിടെ മസ്റ്റ് ആയിട്ട് വേണ്ടത്. അതായത് ഈ ഇൻപുട്ട് ടൈപ്പിനകത്ത് യൂസർ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈപ്പ് ചെയ്ത വാല്യൂ ബാക്ക് എൻഡിൽ കളക്ട് ചെയ്യണം അല്ലേ. ബാക്ക് എൻഡിൽ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ടായിരിക്കും. സോ നെയിം എന്ന് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. സോ ഈ ഫീൽഡിനകത്ത് ഈ ഒരു ഇൻപുട്ട് ടൈപ്പിനകത്ത് നെയിം ആണ് യൂസർ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നെയിം എന്ന് കൊടുത്തു. ഇമെയിലിന് ഇമെയിൽ എന്ന് കറസ്പോണ്ടിങ് കൊടുത്തു. പാസ്വേഡ് എന്ന് കൊടുത്തു. സോ ഈ ഒരു ഫീൽഡ് മസ്റ്റ് ആയിരിക്കണം. ഒന്നുകൂടി പറയാണ്, നമുക്ക് ഫ്രണ്ട് എൻഡ് ചെയ്യുന്ന ഒരു ഫോമിൽ എൻറ്റർ ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഫീൽഡിനകത്ത് യൂസർ ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് ബാക്ക് എൻഡിൽ കളക്ട് ചെയ്യണമെങ്കിൽ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് മസ്റ്റ് ആയിട്ട് വേണം. ഓക്കെ, സോ ഇത്ര ആയപ്പോഴത്തേക്ക് ഒരു നമ്മളെ HTML പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഈ ഒരു ഫോമിനകത്ത് കുറച്ച് ആട്രിബ്യൂട്ട്സ് കൊടുക്കണം. അതായത് നമ്മളിവിടെ പാസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ലൈക്ക് നമുക്കിതൊരു പുതിയ റിസോഴ്സ് ഒരു ഡാറ്റാബേസിലോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ട് പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് വഴിയാണ് പാസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഫോം മെത്തേഡ് ഈസ് ഈക്വൽ ടു പോസ്റ്റ് എന്ന് കൊടുത്തു. ഇനി നമുക്കൊരു URL കൊടുക്കാം. അതായത് നമ്മുടെ സെർവറിൽ റൺ ചെയ്യുന്ന URL എന്ന് പറയുന്നത് localhost:8080 രജിസ്റ്റർ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു എൻഡ് പോയിന്റ്, അതായത് ഈ ഒരു പോയിന്റ് വരുമ്പോൾ മാത്രമായിരിക്കണം രജിസ്ട്രേഷന്റെ ഫങ്ഷണാലിറ്റി നടക്കേണ്ടത്. സോ ഈ ഫോമിൽ നിന്ന് ഈ ഒരു ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഏത് URL-ലോട്ടാണ് ഡേറ്റ പാസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. സോ ഞാൻ ഇവിടെ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് അതിന് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ഷൻ ഈസ് ഈക്വൽ ടു, നമുക്കിപ്പം രജിസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു URL കൊടുക്കാം. /register എന്ന് മാത്രം കൊടുത്താൽ മതി. ഈ /register നമ്മൾ എന്ത് ചെയ്യും, ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കൺട്രോളറിനകത്ത് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ HTML പേജിന്റെ ബേസിക് കോഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് ആദ്യം ഡേറ്റ കളക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? കൺട്രോളർ എന്ന് പറയുന്ന ഈ പാക്കേജിനകത്തായിരിക്കും. കൺട്രോളറിൽ നിന്ന് ഏതിലോട്ട് പോകും? സർവീസിലോട്ട് പോകും അല്ലേ? സർവീസിൽ നിന്നായിരിക്കും റെപ്പോസിറ്ററിയിലോട്ട് ആഡ് ആവുന്നത്, ആണല്ലോ. സോ ഇനി റെപ്പോസിറ്ററിനകത്ത് ആദ്യം നമുക്ക് ഡേറ്റാബേസ് റെപ്പോസിറ്ററി ആയിട്ട് ലിങ്ക് ചെയ്യാം. സോ അതിനായിട്ട് റെപ്പോസിറ്ററി എന്ന് പറയുന്ന ഈ പാക്കേജിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഇവിടെ മെയിൻലി 3 ടേബിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഓരോ ടേബിൾ ഇന്ററാക്ട് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ റെപ്പോസിറ്ററി ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം. സോ ആദ്യം നമുക്ക് യൂസർ ഡേറ്റയാണ് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. സോ യൂസർ ഡേറ്റയുടെ ഫയൽസ് കോൺഫിഗർ ചെയ്യാൻ, അത് തമ്മിലുള്ള ഇന്ററാക്ഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഞാൻ യൂസർ റെപ്പോ എന്ന് പേര് കൊടുക്കും, അല്ലെങ്കിൽ ടേബിളിന്റെ പേര് തന്നെ കൊടുക്കുക, യൂസർ ഡേറ്റ റെപ്പോ എന്നുള്ളത്. സോ അത് ജാവ ക്ലാസ് അല്ല, പകരം ഇന്റർഫേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പുതിയ ഫയൽ വരും. അവിടെ എക്സ്റ്റെൻസ് ടൈപ്പ് ചെയ്യണം, എക്സ്റ്റെൻസ് JPA repository. സോ ഇതാണ് നമ്മുടെ ഡേറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്ന API എന്ന് പറയുന്നത്. സോ അത് ഇമ്പോർട്ട് ചെയ്യണം. സ്പ്രിംഗ് ഫ്രെയിംവർക്ക് ഡോട്ട് ഡേറ്റ ഡോട്ട് JPA repository എന്ന് പറയുന്ന ഫയൽ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ആംഗിൾ ബ്രാക്കറ്റിനകത്ത് 2 വാല്യൂസ് ആണ് ഞങ്ങൾ പാസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെന്ന് പറയുന്നത് ഏത് ഡേറ്റാബേസുമായിട്ടാണ് ഈ ഒരു ഫയൽ, ഈ റെപ്പോസിറ്ററി ഇന്ററാക്ട് ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് എന്താണ്, യൂസർ ഡേറ്റ എന്ന് പറയുന്ന ടേബിളുമായിട്ടാണ്. സോ ആദ്യത്തെ ആർഗ്യുമെന്റ് ആയിട്ട് യൂസർ ഡേറ്റ എന്നും, ദെൻ യൂസർ ഡേറ്റയ്ക്കകത്ത് ഏത് ഫീൽഡ് ആണ് ID ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, പ്രൈമറി കീ അല്ലെ, ID അനോട്ടേഷൻ കൊടുക്കുന്ന പ്രൈമറി കീ ആണല്ലോ. ആ കൊടുത്തിരിക്കുന്ന കോളത്തിന്റെ ഡേറ്റ ടൈപ്പ് ഏതാണ് നോക്കണം. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്റിജർ ആണ് അല്ലെ, INT അല്ല, ഇന്റിജർ. സോ ആ ഇന്റിജർ ഇവിടെ പാസ് ചെയ്യുക. പ്രൈമറി കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്പ് പാസ് ചെയ്യുക. സോ ഈ യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഇത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. സോ കഴ്സർ അതിന്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് ഇമ്പോർട്ട് കൊടുക്കുക. സോ കഴിഞ്ഞു, ഫൈൻ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ റെപ്പോസിറ്ററി ക്ലോസ് ചെയ്യാം. റെപ്പോസിറ്ററിയുടെ ക്ലാസ് ആണ് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. എന്തിനുള്ള കൺട്രോളർ? ഓരോ കൺട്രോളിനും, ഓരോ ഫംഗ്ഷനാലിറ്റിക്കും നമ്മൾ ഓരോ കൺട്രോളറാണ് എഴുതുന്നത്. സോ ഇവിടത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓതന്റിക്കേഷൻ കൺട്രോളറാണ് അല്ലേ, രജിസ്റ്റർ ചെയ്യാനും അതേപോലെ ലോഗിൻ ചെയ്യാൻ. സോ അതിനു വേണ്ടി കൺട്രോളർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അതിന് ഞാൻ ഓത്ത് കൺട്രോളർ എന്ന് പേര് കൊടുക്കും. അപ്പൊ ഒരു ക്ലാസ് ക്രിയേറ്റ് ആവും ഓത്ത് കൺട്രോളർ എന്ന്. ഈ ഒരു ക്ലാസ് കൺട്രോളർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കൺട്രോളർ എന്ന് പറയുന്ന ഒരു അനോട്ടേഷൻ ഇവിടെ കൊടുക്കും. ശേഷം അതും ഇമ്പോർട്ട് ചെയ്യാം. സോ അത് സ്റ്റീരിയോ ടൈപ്പ് ഡോട്ട് കൺട്രോളർ എന്ന് പറയുന്ന പാക്കേജ് ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഇമ്പോർട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്തോളണം, ഇല്ലെങ്കിൽ എറർ വരും. ദെൻ നമുക്കൊരു സർവീസ് ആവശ്യമാണ്. ഈ ഓതന്റിക്കേഷൻ അതിനെ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സർവീസ് അല്ലേ, ആ സർവീസ് ആയിരിക്കും ഡേറ്റാബേസിലെ ഈ പറയുന്ന യൂസർ ഡെപ്പോ എന്ന് പറയുന്ന നമ്മുടെ ഇന്റർഫേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. MVCയുടെ സ്ട്രക്ചർ ഇന്നലെ പറഞ്ഞു തന്നല്ലോ. സോ സർവീസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അതിന് ഓത്ത് സർവീസ് എന്ന് ഞാൻ പേര് കൊടുക്കും. സോ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ആവും. ഈ ഓത്ത് സർവീസ് സർവീസ് ക്ലാസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അറ്റ് സർവീസ് എന്ന് പറയുന്ന അനോട്ടേഷൻ കൊടുക്കുന്നു. അതും സ്പ്രിംഗ് ഡോട്ട് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്ന ഇമ്പോർട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇപ്പൊ തൽക്കാലം അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ CSS ക്ലോസ് ചെയ്യാം. HTML ഫയൽ ഉണ്ട്, ഒരു ഓത്ത് കൺട്രോളർ ഉണ്ട്, അതുപോലെ ഓത്ത് സർവീസ് ഉണ്ട്. സോ ഇനി ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു HTML പേജ് എങ്ങനെ കാണിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ HTML പേജസ് കാണിക്കുന്നത് ടെംപ്ലേറ്റ്സിന് താഴെയാണല്ലോ കിടക്കുന്നത്. സോ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു പേജ് കാണിക്കാൻ വേണ്ടി ഒരു ഫങ്ഷൻസ് ആണ്, ഓരോ ഫംഗ്ഷൻ ആണ് എഴുതുന്നത്. നമുക്ക്
ഇപ്പം രജിസ്റ്റർ ചെയ്യാൻ ഒരു ഫംഗ്ഷൻ, രജിസ്ട്രേഷൻ പേജ് കാണിക്കാൻ ഒരു ഫംഗ്ഷൻ, ലോഗിൻ ചെയ്യാൻ ഒരു ഫംഗ്ഷൻ, അല്ലേ? അങ്ങനെ ഓരോ ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. സോ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ്, അതായത് ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് 8080 സ്ലാഷ് രജിസ്റ്റർ എന്ന് യൂസർ ഗെറ്റ് വഴി, ഗെറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു HTTP മെത്തേഡ് ആണ്. സോ ഗെറ്റ് നമുക്ക് ബ്രൗസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിന് നമുക്ക് മെത്തേഡ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പോസ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റാത്തത്. പോസ്റ്റ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡേറ്റ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആക്ച്വലി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പാച്ചും പുട്ടും ഉണ്ട്, പക്ഷെ നമ്മൾ ഫോം എന്ന് പറയുന്ന HTML ടാഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗെറ്റും പോസ്റ്റും മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സോ ഈ ഒരു URL കൊടുക്കുമ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ രജിസ്റ്റർ എന്ന് പറയുന്ന പേജ് ഫ്രണ്ട് എൻഡിൽ കാണിക്കണം, അല്ലേ? സോ അതിനു വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പബ്ലിക് സ്ട്രിംഗ് ടൈപ്പ് റിട്ടേൺ ചെയ്യുന്നു. അതായത് ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിംഗ് ടൈപ്പ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഒരു പേര് കൊടുക്കാം, ഷോ രജിസ്റ്റർ പേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു പേര് കൊടുത്തു. ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഷോ രജിസ്റ്റർ പേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അത് സ്ട്രിംഗ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് റിട്ടേൺ കൊടുക്കാം. സോ സ്പ്രിംഗ് ബൂട്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ പറയുന്നത്. സോ നമുക്ക് ഈ രജിസ്റ്റർ എന്ന് പറയുന്ന HTML പേജ് കാണിക്കണമല്ലേ? സോ അതിനു വേണ്ടി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തപ്പം ഈ HTML പേജിന് കൊടുത്ത പേരില്ലേ, അത് ഈ സ്ട്രിങ്ങിൽ കോഴ്സിൽ കൊടുത്താൽ മതി. അതായത് ഒരു പേജ് കാണിക്കണം. സോ ഇതെന്താണ് സംഭവം ആക്ച്വലി നടക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു URL, അതായത് ഏത് URL, സ്ലാഷ് രജിസ്റ്റർ എന്ന് പറയുന്ന URL ഗെറ്റ് മെത്തേഡിൽ വരുമ്പം ഈ രജിസ്റ്റർ എന്ന് പറയുന്ന പേജ് കാണിക്കും. സോ ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കണം, സ്ലാഷ് രജിസ്റ്റർ എന്ന് പറയുന്ന URL വരുമ്പോൾ മാത്രം ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്താൽ മതി. അത് ഏത് മെത്തേഡിലായിരിക്കണം? ഗെറ്റ് മെത്തേഡിലായിരിക്കണം. അതിന് നമ്മൾ അടുത്ത അനോട്ടേഷൻ കൊടുക്കും, ഗെറ്റ് മാപ്പിംഗ്. എന്നിട്ട് അത് ഏത് URL വരണം? കോഴ്സിനകത്ത് രജിസ്റ്റർ. ഓക്കെ, ഗെറ്റ് മാപ്പിംഗ് ഇമ്പോർട്ട് ചെയ്യാൻ പറയും. സ്പ്രിംഗ് ഡോട്ട് വെബ് ഡോട്ട് ബൈൻഡ് ഡോട്ട് അനോട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇമ്പോർട്ട് കൊടുക്കുക. സോ ഈ ഫംഗ്ഷൻ മെയിൻലി പറയുന്നത് ഒരു URL-ൽ സ്ലാഷ് രജിസ്റ്റർ എന്ന് പറയുന്ന എൻഡ് പോയിന്റ്. എൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ ഡൊമെയിൻ കഴിഞ്ഞിട്ട് ഈ സ്ലാഷ് വരുന്ന പോർഷൻ, ഈ ഒരു പോർഷനെയാണ് ഇപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന, ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷനെയാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. സോ സ്ലാഷ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു എൻഡ് പോയിന്റ് ഗെറ്റ് മാപ്പിംഗ്, അതായത് ഗെറ്റ് റിക്വസ്റ്റിൽ വരികയാണെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്ന പേജ് കാണിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ മെയിൻ ഫയൽ ഓപ്പൺ ചെയ്തിട്ട്, മെയിൻ ഫയൽ എവിടെ കിടക്കുന്നത്? ഈ com.a.library എന്ന് പറയുന്ന ഈ ഫയലിനകത്ത് കാണും, പാക്കേജിനകത്ത് കാണും. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ കൺസോള് ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഓക്കെ, ഞാനിതൊന്ന് മാക്സിമൈസ് ചെയ്യും. സോ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഫയലിനകത്ത് ഇവിടെ ഒരു സിസ്റ്റം ഔട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ടെസ്റ്റ് ഓർ പ്രോജക്റ്റ് എന്നുള്ള ഇത് കാണിക്കുന്നത്. അത് നമുക്ക് കമന്റ് ചെയ്യാം. സോ നമ്മുടെ ടോം കാറ്റ് ഇവിടെ സെർവറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ URL അടിക്കുക, ലോക്കൽ ഹോസ്റ്റ് കോളൻ 8080. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എൻഡ് പോയിന്റ് എന്താ? സ്ലാഷ് രജിസ്റ്റർ ആണല്ലേ. സോ സ്ലാഷ് രജിസ്റ്റർ എന്ന എൻഡ് പോയിന്റ് ഞാൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട എന്ത്, നമ്മുടെ ആ HTML പേജ് ഇവിടെ ഡിസ്പ്ലേ ആവും. സോ ഇങ്ങനെയാണ് സ്പ്രിംഗ് ബൂട്ടിൽ ഒരു പേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് സിമ്പിൾ ആണ്. ലൈക്ക് ഒരു എൻഡ് പോയിന്റ് ബ്രൗസറിൽ കൊടുക്കുക, അത് ഗെറ്റ് മാപ്പിംഗ് ആണ്. കാരണം ബ്രൗസറിൽ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഗെറ്റ് മാപ്പിംഗിലായിരിക്കും റിക്വസ്റ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പേജ് വരും. ഇവിടുത്തെ ബട്ടണിന് അവർ CSS അപ്ലൈ ആയിട്ടില്ല അല്ലേ? സോ എനിക്ക് തോന്നുന്നു പേര് മാറി കിടക്കുന്നതാണ്. നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാം. ലൈക്ക് ഓക്കെ, ഞാനിവിടെ ബട്ടൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. ആക്ച്വലി അത് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് ആണല്ലേ. ഇവിടെ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് ആണ്. സോ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈക്വൽ ടു സബ്മിറ്റ്. ഓക്കെ, നമുക്കിതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തതിനു ശേഷം ബ്രൗസറിൽ പോയി ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓക്കെ, സബ്മിറ്റ് എന്ന് പറയുന്ന
ബട്ടൺ ക്ലിക്ക് ആയി വന്നിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി വന്നത്. ഓ, അത് ആക്ച്വലി ഇവിടെ കൊടുത്ത ഡേറ്റയാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പം ശരിയായിട്ടുണ്ട്. അപ്പൊ ഒരു നൈം അടിക്കാനുള്ളതും ഇമെയിലും പാസ്വേഡും ആയി. സോ ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്ന യൂസർ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ്. ഫോർ എക്സാമ്പിൾ, ഈ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് എവിടെ കിട്ടണം? ബാക്ക് എൻഡിൽ കിട്ടണം അല്ലേ? ബാക്ക് എൻഡിൽ വാങ്ങിക്കണം. സോ യൂസർ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സാധനം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് /register എന്ന് പറയുന്ന ആക്ഷനിൽ പോകാനാണ് നമ്മൾ HTML പറഞ്ഞിരിക്കുന്നത് അല്ലേ? ബട്ടൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് /registerലോട്ട് പോവാൻ ഏത് മെത്തേഡ് വഴി? പോസ്റ്റ് മെത്തേഡ് വഴി പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? കൺട്രോളറിൽ വരും, ഇവിടെ പോസ്റ്റ് മെത്തേഡ് കൊടുക്കും. പോസ്റ്റ് മാപ്പിംഗ് രജിസ്റ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കും. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഗെറ്റ് മാപ്പിംഗിനും /register ആണ്, പോസ്റ്റ് മാപ്പിംഗിനും /register ആണെന്നല്ലേ? സോ ഇത് ആക്ച്വലി രണ്ട് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. /register എന്ന് പറയുന്ന HTTP മെത്തേഡ് ഗെറ്റിൽ വരുമ്പോൾ പേജ് കാണിക്കുകയും പോസ്റ്റിൽ വരുമ്പോഴത്തേക്കും ആൾറെഡി ആ പേജിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ, അതായത് യൂസർ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ഡേറ്റ എന്താവുകയും ചെയ്യും? സേവ് ആവുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ HTML പേജിൽ പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന് നമുക്കൊരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക്, നമുക്ക് തൽക്കാലം സ്ട്രിംഗ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് റിട്ടേൺ ചെയ്യുന്നത് പോലെ കൊടുക്കാം. ഫംഗ്ഷൻ എഴുതി തീർന്നിട്ട് എന്താണോ ആവശ്യം അതിനനുസരിച്ച് എന്ത് തരത്തിലുള്ള ഡേറ്റ, സ്ട്രിംഗ് ആണോ, അത് ജാവ ഒബ്ജക്റ്റ് ആണോ, എന്താണോ പാസ് ചെയ്യുന്നത് അത് ഇവിടെ റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് ഫംഗ്ഷന് പേര് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പൊ ഈ ഒരു ഫംഗ്ഷന്റെ പർപ്പസ് എന്താണ്? ഒരു യൂസറിനെ രജിസ്റ്റർ ചെയ്യണം. സോ ഞാൻ രജിസ്റ്റർ യൂസർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതുന്നു. ദെൻ ഇപ്പൊ തൽക്കാലം റിട്ടേൺ നൾ എന്ന് ഇട്ട് വെക്കാം, ഒരു എറർ പോവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. പോസ്റ്റ് മാപ്പിംഗ് ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ ഡെവ് ടൂൾസ് എന്ന് പറയുന്ന പാക്കേജ് ഇട്ടത് കൊണ്ടാണ് ഇവിടെ സേവ് ചെയ്തപ്പം ഇത് ഓട്ടോമാറ്റിക്കലി റൺ ആയത്. തൽക്കാലം നമുക്ക് ഈ സെർവർ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കോഡ് എഴുതിയിട്ട് സെർവറിലോട്ട് പോവാം. ഓക്കെ, സോ ഇനി ഫ്രണ്ട് എൻഡിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യണം അല്ലേ? അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നൈം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. സോ പോസ്റ്റ് മെത്തേഡിലാണ് വരുന്നതെങ്കിൽ ഒരു ഡേറ്റ നമുക്ക് ഫോമിൽ നിന്നുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്യണം. എവിടെ കളക്ട് ചെയ്യണം? ബാക്ക് എൻഡിൽ, അതായത് ജാവ കോഡിൽ കളക്ട് ചെയ്യണം. സോ അത് പോസ്റ്റ് മെത്തേഡിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് പരാം എന്ന് പറയുന്ന ഒരു അനോട്ടേഷൻ കൊടുത്ത് വാങ്ങിക്കാം. ഗെറ്റ് മാപ്പിംഗിലാണ് വരുന്നതെങ്കിൽ, ഗെറ്റ് മെത്തേഡിലാണ് വരുന്നതെങ്കിൽ പാത്ത് വേരിയബിൾ എന്ന് പറയുന്ന ഒരു അനോട്ടേഷൻ വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും. സോ എന്താണ് റിക്വസ്റ്റ് പരാമും പാത്ത് വേരിയബിളും എന്ന് പറഞ്ഞുതരാം. സോ ഇവിടുത്തെ കേസിൽ പോസ്റ്റ് മെത്തേഡ് ആണല്ലേ. സോ നമുക്ക് ആദ്യം ഈ നൈമിന്റെ വാല്യൂ അവിടെ എടുക്കാം. യൂസർ ടൈപ്പ് ചെയ്യുന്ന നൈമിന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് കൺട്രോളറിൽ എടുക്കാം. സോ അതിനായിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ അകത്ത് കൊടുക്കും @request param. അത് എന്ത് ടൈപ്പിലുള്ള വാല്യൂസാ വരുന്നത്? സ്ട്രിംഗ് വാല്യൂ ആണ് അല്ലേ? നമ്മൾ ഡേറ്റാബേസ് ഡിക്ലെയർ ചെയ്ത സമയത്തും യൂസർ ഡേറ്റയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം സ്ട്രിങ്ങിലാണ് വാങ്ങിക്കേണ്ടത്. ഇവിടെ ഇന്റിജർ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇന്റിജർ കൊടുക്കാം. ഓക്കെ, സ്ട്രിംഗ് നൈം. ഈ നൈം എവിടെ കൊടുത്തേ? HTML ഇവിടെ എന്ത് വാല്യൂ ആണോ, നൈം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനകത്ത് എന്ത് വാല്യൂ ആണോ കൊടുത്തത് അതാണ് ഇവിടെയും കൊടുക്കേണ്ടത്. റിക്വസ്റ്റ് പരാം എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുക. ദെൻ ഇനി അത് വാല്യൂ മേടിക്കണം. വീണ്ടും റിക്വസ്റ്റ് പരാം സ്ട്രിംഗ്, അടുത്ത വാല്യൂ എന്താ? ഇമെയിൽ അല്ലേ? ഇവിടെ HTML അടുത്ത വാല്യൂ ഇമെയിൽ ആണ്. ദെൻ നെക്സ്റ്റ് വാല്യൂ പാസ്വേഡ് ആണ്. സോ എത്ര വാല്യൂസ് നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് കളക്ട് ചെയ്യാനുണ്ടോ അത്രയും വാല്യൂസ്. ഓക്കെ, റിക്വസ്റ്റ് പരാമിന്റെ സ്പെല്ലിംഗ് തെറ്റ, നമ്മൾ ഇതേപോലെ കൊടുക്കണം. @request കോമ @request param
സ്ട്രിംഗ് പാസ്വേഡ്. സോ നമുക്ക് ഈ ഒരു ഇവിടെ കിട്ടിയ വാല്യൂസ്, അതായത് ഫ്രണ്ട് എൻഡിൽ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് ഈ ഒരു ബാക്ക് എൻഡിൽ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സിസ് ഔട്ട് ചെയ്യാം. അതായത് ഈ പറയുന്ന വേരിയബിൾ ഉണ്ടല്ലോ, ഈ നൈം, ഇമെയിൽ, പാസ്വേഡ്, അത് ജസ്റ്റ് ഒന്ന് നൈം എന്ന് ഒരു മെസ്സേജ് കൊടുത്തിട്ട് ആ നൈം ഇവിടെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ സിമിലർ പാറ്റേണിൽ നമുക്ക് ഏതൊക്കെ പ്രിന്റ് ചെയ്ത് നോക്കാം, ഇമെയിൽ, പാസ്വേഡ് എല്ലാം കൊടുക്കാം. സോ ആക്ച്വലി പാസ്വേഡ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടതല്ല, ഇതൊരു സ്റ്റഡി പർപ്പസ് ആയതുകൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. പാസ്വേഡ് ഓക്കെ. ഓക്കെ, ആക്ച്വലി അപ്പൊ ഈ ഫംഗ്ഷൻ, ഈ റിക്വസ്റ്റ് പരാമം എന്ന് പറയുന്നത് എന്താ യൂസ് ചെയ്യുന്നത്, ഫ്രണ്ട് എൻഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ബാക്ക് എൻഡിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അത് സ്ലാഷ് റിക്വസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് മാപ്പിംഗ് എവിടെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അവിടെ നിന്നുള്ള വാല്യൂ ആണ്. സോ ഇവിടെയാണ് നമ്മൾ ഹാൻഡിലിംഗ് കൊടുത്തിരിക്കുന്നത് അല്ലേ, HTML പേജിൽ സ്ലാഷ് റിക്വസ്റ്റ്, അത് പോസ്റ്റ് മെത്തേഡിലാണ്. സോ ഇവിടെ ഞാൻ ഗെറ്റ് മെത്തേഡ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പോസ്റ്റ് മാപ്പിംഗ് മാറ്റി ഇവിടെ കൺട്രോളറിനകത്ത് വന്ന് പോസ്റ്റ് മാപ്പിംഗ് മാറ്റി ഗെറ്റ് മെത്തേഡിലാണെങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യത്തുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, സെർവർ സ്റ്റാർട്ട് ചെയ്യും. സോറി, ഇത് നമുക്ക് അൺകമന്റ് ചെയ്യാം. വീണ്ടും സെർവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സെർവർ സ്റ്റാർട്ട് ചെയ്തു. നിലവിലിവിടെ ഒരു ഡേറ്റയും ഇല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഗെറ്റ് മാപ്പിംഗ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ എന്ന് പറയുന്ന പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് വാല്യൂസ് കൊടുക്കുക. സോ വാല്യൂ കൊടുക്കുന്നു, ഒരു പാസ്വേഡും കൊടുത്ത് ഞാൻ സബ്മിറ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റീഫ്രഷ് ആയില്ലേ, പേജ് റീഫ്രഷ് ആയി. സോ സബ്മിറ്റ് കൊടുത്തു, പേജ് റീഫ്രഷ് ആയി, ഡേറ്റ എല്ലാം പോയി. ഈ ഡേറ്റ ബാക്ക് എൻഡിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ കൺസോൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഫ്രണ്ട് എൻഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂസ് എല്ലാം സ്പ്രിംഗ് ബൂട്ട് കൺസോളിൽ പ്രിന്റ് ആവും. സോ അതിനർത്ഥം എന്താ, നമ്മളിവിടെ കളക്ട് ചെയ്ത വാല്യൂസ് എല്ലാം ഈ പർട്ടിക്കുലർ വേരിയബിളിൽ കളക്ട് ചെയ്യപ്പെട്ടു. സോ ഇങ്ങനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഒരു ഫ്രണ്ട് എൻഡിൽ നിന്നുള്ള ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഈസിയാണ്, സിമ്പിൾ ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാം കളയുന്നു. സെർവർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ പറഞ്ഞ ഡേറ്റാസ് എല്ലാം നമുക്ക് എങ്ങോട്ട് പാസ് ചെയ്യണം, ഡേറ്റാ ബേസിൽ സ്റ്റോർ ചെയ്യണം അല്ലേ. അതല്ലേ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർവീസ് ലെയറിൽ വരും. സർവീസ് ലെയറിൽ വന്നതിന് ശേഷം നമ്മളിവിടെ പുതിയൊരു ഫംഗ്ഷൻ എഴുതും, പബ്ലിക്, തൽക്കാലം വോയിഡ് കൊടുക്കാം, രജിസ്റ്റർ യൂസർ ഓൺ DB എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. ഇത് 3 ഫീൽഡ് ആയിരിക്കും, ആർഗ്യുമെന്റ് ആയിരിക്കും അവിടെ നിന്ന് വാങ്ങിക്കുന്നതല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ സർവീസ് എഴുതുന്നതിന് മുമ്പ് കൺട്രോളർ കുറച്ച് ഫംഗ്ഷൻ കൂടി എഴുതരാം. സോ നമ്മൾ ഇവിടെ വാങ്ങിച്ച ഡേറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാം, 3 വാല്യൂസ് ആയിട്ട് അപ്പുറത്തോട്ട് പാസ് ചെയ്യുന്നതിന് പകരം നമുക്ക് നമ്മളെ ജാവ ഒബ്ജക്റ്റ് വഴി പാസ് ചെയ്യാം അല്ലെ. ഗെറ്ററും സെറ്ററും വെച്ച് സെറ്റ് ചെയ്തിട്ട് ഒറ്റ വേരിയബിൾ ആയിട്ട് പാസ് ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യും, യൂസർ ഡേറ്റ എന്ന് പറയുന്ന നമ്മളെ ക്ലാസ്സിന് ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ന്യൂ യൂസർ ഡേറ്റ. ഓക്കെ, യൂസർ ഡേറ്റ ഇമ്പോർട്ട് ചെയ്യുന്നു. then user dot set email equal to നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഇമെയിൽ, പിന്നെ user dot set name, ഇതിന് ഓർഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഇമെയിലും സെറ്റ് ചെയ്യുന്നു. user dot set password is equal to പാസ്വേഡ് എന്നും കൊടുക്കും. സോ എന്തിനാ ഞാൻ ഇങ്ങനെ കൊടുത്തത്, ഇതാകുമ്പോഴത്തേക്കും നമുക്ക് 3 സ്ട്രിങ് അപ്പുറത്ത് പാസ് ചെയ്യേണ്ട, ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യേണ്ട, പകരം ഈ യൂസർ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റ് പാസ് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്ത സാധനം അപ്പുറത്ത് ഗെറ്റർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ വീണ്ടും തിരിച്ച് നമ്മൾ സർവീസിൽ വരുന്നു, പ്രൈവറ്റ് യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് ഞാൻ തിരിച്ച് പാസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിന്റെ റിട്ടേൺ ടൈപ്പ് യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊടുത്തു. രജിസ്റ്റർ ഓൺ DB എന്ന് പറയുന്ന പേരില് അവിടെ നമുക്ക് എങ്ങനെയാ വരുന്നത്, യൂസർ ഡേറ്റയുടെ ഒരു ഒബ്ജക്റ്റ് ആണല്ലേ വരുന്നത്, അപ്പൊ എന്തെങ്കിലും പേര് കൊടുക്കാം. അവിടെ ഇവിടെ ഒരു പേരാണെന്ന് പറഞ്ഞ് കോൺഫ്ലിക്റ്റ് ഒന്നും വരത്തില്ല. ഓക്കെ, സോ അതായത് കൺട്രോളറിൽ നിന്ന് ഞാൻ ഈ യൂസറിന്റെ ഒബ്ജക്റ്റ് ആണ് സർവീസിലോട്ട് പാസ് ചെയ്യുന്നത്. സോ സർവീസിൽ എന്ത് ചെയ്യും, യൂസർ കളക്ട് ചെയ്യും.
ഇനി നമുക്ക് ഓട്ടോ വൈഡ് എന്ന് പറയുന്ന ഒരു അനോട്ടേഷൻ കൊടുക്കണം. അതായത് ബീൻ ക്രിയേഷൻ ആണ്. അതായത് ഒബ്ജക്റ്റ് ക്രിയേഷൻ. ബീൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ് പ്രോജക്റ്റ് സ്പ്രിംഗ് ബൂട്ടിൽ. നമുക്ക് ഒബ്ജക്റ്റ് ഫോർ റെപ്പോസിറ്ററി ക്ലാസ്. നമ്മളുടെ ഈ ഒരു റെപ്പോസിറ്ററി ഇല്ലേ, റെപ്പോസിറ്ററി പാക്കേജിനകത്ത് കിടക്കുന്ന യൂസർ ഡാറ്റ റെപ്പോ എന്ന് പറയുന്ന ഫയലിന് വേണ്ടി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് പ്രൈവറ്റ് ദെൻ ഈ ഒരു ക്ലാസിന്റെ പേര് യൂസർ ഡേറ്റ റെപ്പോ, ദെൻ നമുക്കൊരു വേരിയബിൾ പേര് കൊടുക്കാം യൂസർ റെപ്പോ. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ എന്ത് കൊടുക്കുക, യൂസർ റെപ്പോ. കാരണം ഈ യൂസർ റെപ്പോയിലാണ് നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള റെപ്പോസിറ്ററി നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ എങ്ങനെ ഒരു ഡേറ്റാബേസിലോട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യും? സോ നമ്മൾ SQL ഒക്കെ ആണെങ്കിൽ ക്വറി എഴുതണം അല്ലേ? SQL ക്വറി എന്താണ്? ഇൻസർട്ട് ഇൻറ്റു ടേബിൾ നെയിം പിന്നെ വാല്യൂസ് കൊടുക്കണം. സോ സ്പ്രിംഗ് ബൂട്ടിലെ ഈ ഒരു API, അതായത് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ JPA റെപ്പോസിറ്ററി കുറേ SQL കോഡിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എൻറ്റിയർ SQL സ്ട്രിങ് എഴുതേണ്ട ആവശ്യമില്ല. പകരം സേവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി. ഡിലീറ്റിന്റെ ഡിലീറ്റ് ഉണ്ട്. ഫൈൻഡ് ബൈ ID കൊടുത്താൽ ആ സാധനമെല്ലാം ID വെച്ചിട്ട് ഡേറ്റ കിട്ടും. സോ അങ്ങനെയുള്ള കുറച്ച് ഫംഗ്ഷനാലിറ്റി ആര് തരുന്നുണ്ട്? ഈ JPA റെപ്പോസിറ്ററി തരുന്നുണ്ട്. സോ നമ്മൾ ഈ സർവീസിനകത്ത് യൂസർ റെപ്പോ ഡോട്ട് സേവ്, നമ്മളിവിടെ പറഞ്ഞ യൂസർ, ഇവിടെ പാസ് ചെയ്ത യൂസർ, അതായത് കൺട്രോളറിൽ നിന്ന് പാസ് ചെയ്യുന്ന യൂസറിന് നമ്മൾ കൊടുക്കുന്നു. ഇത്ര വിളിച്ചാൽ മതി. സേവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി. ആക്ച്വലി ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? യൂസർ റെപ്പോസിറ്ററി എന്ന് പറയുന്ന ഈ ഒരു സാധനം, യൂസർ റെപ്പോ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മുടെ ഈ ഒരു ഇന്റർഫേസിനെ ഇന്ററാക്ട് ചെയ്യും. അതിനകത്തുള്ള സേവ് മെത്തേഡ്, അതിനകത്ത് കുറേ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ വരും. സേവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യും. നമുക്ക് ഇതിനങ്ങ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, റിട്ടേൺ. ഇത്രേ ഉള്ളൂ. നമ്മളൊരു ഓട്ടോവേഡിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ബിസിനസ് ലോജിക്കുകളെല്ലാം സർവീസ് ലെയറിൽ എഴുതുന്നു, ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറയുന്നു. യൂസർ റെപ്പോസിറ്ററി ഡോട്ട് സേവ് യൂസർ, അതിന്റെ ഒബ്ജക്റ്റിനെ നമ്മൾ തിരിച്ചെങ്ങോട്ട് അയക്കുന്നു? കൺട്രോളറിൽ അയക്കുന്നു. ഇനി നമ്മൾ ഈ കൺട്രോളറിൽ ഈ ഫംഗ്ഷൻ വിളിക്കണം. സോ ഈ ഫംഗ്ഷൻ വിളിക്കാനായിട്ട് നമ്മൾ കൺട്രോളിന്റെ ഏറ്റവും ടോപ്പിൽ സർവീസ് ക്ലാസ്സിനെ ഓട്ടോ ആഡ് ചെയ്യും. പ്രൈവറ്റ്, നമുക്കിത് എന്ത് സർവീസ് ആയിട്ടാണ് ചെയ്യേണ്ടത്? ഓത്ത് സർവീസ് ആണ് അല്ലേ? അത് നമ്മൾ ഓത്ത് സർവീസ് എന്ന് പറയുന്ന ക്ലാസിന്റെ പേര് കൊടുക്കുന്നു, അതിനൊരു ഒബ്ജക്റ്റ് നെയിം ക്രിയേറ്റ് ചെയ്യും. എല്ലാ ഫംഗ്ഷനും ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+Shift+O പ്രസ് ചെയ്താൽ മതി. ദെൻ ഓത്ത് സർവീസ് ഡോട്ട്, ഇത് നമ്മൾ ഇതെന്താ, അതിനകത്തുള്ള നമ്മൾ രജിസ്റ്റർ ഡോട്ട് അല്ലേ, അതായത് ഈ ഒരു ഓത്ത് സർവീസിനകത്തുള്ള ഈ ഫംഗ്ഷൻ ആണ് നമുക്ക് വിളിക്കേണ്ടത്. സോ കൺട്രോളറിനകത്ത് ഓത്ത് സർവീസ് ഡോട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ ഇവിടെ സജഷൻ വരേണ്ടതാണ്, പക്ഷെ സജഷൻ വരുന്നില്ല. സർവീസിൽ ഒന്നുകൂടി പോയി നോക്കട്ടെ. ഓക്കെ, അതിവിടെ പ്രൈവറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ടാണ്. സോറി, മിസ്റ്റേക്ക് ആയിരുന്നു. പബ്ലിക് കൊടുക്കുക. ഓക്കെ, ദെൻ കൺട്രോളറിൽ വരിക, ഓത്ത് സർവീസ് ഡോട്ട് ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ ഇവിടെ വരും. ഇവിടെ നമ്മൾ യൂസർ എന്ന് പറയുന്ന ഈ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ ഇല്ലേ, ആ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിനെ അങ്ങ് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സേവ്. എന്നിട്ട് നമ്മൾ ഒരു യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ റിട്ടേൺ ലോഗിൻ എന്ന് പറയുന്ന ഒരു HTML പേജ് ഇവിടെ കൊടുക്കുന്നു. അതേസമയം ഇവിടെ തന്നെ ഒരു HTML പേജും ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ ലോഗിൻ പേജ്, അതുകൊണ്ട് ലോഗിൻ ഡോട്ട് HTML എന്ന് പറയുന്ന പേജ് കൊടുക്കും. സോ തൽക്കാലം ഈ ഒരു ഇതിനകത്ത് ഒരു H1 നമുക്ക് ഇടാം, ലോഗിൻ ഹിയർ. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഈ ഫംഗ്ഷൻ മനസ്സിലായല്ലോ. പോസ്റ്റ് ചെയ്യുന്ന, അതായത് യൂസർ ഫ്രണ്ട് എൻഡിൽ നിന്ന് സബ്മിറ്റ് അടിക്കുമ്പം ഈ ഫംഗ്ഷൻ ഇൻവോക്ക് ആവും. ഈ ഫംഗ്ഷൻ ഈ കളക്ട് ചെയ്യുന്ന എല്ലാ റെക്കോർഡിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യൂസർ ഡേറ്റ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ സെറ്റ് ചെയ്ത സാധനം ഓത്ത് സർവീസ് എന്ന് പറയുന്ന ഈ പാക്കേജ്, ഈ ഒരു ക്ലാസ്സിനകത്തുള്ള രജിസ്ട്രേഷൻ ഓൺ DBയിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ പാസ് ചെയ്യുന്നത് സർവീസ് ലെയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആർഗ്യുമെന്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് ആ കളക്ട് ചെയ്ത ഡേറ്റ റെപ്പോസിറ്ററിക്കകത്ത് സേവ് ചെയ്യുന്നു. ഡോട്ട് സേവ് എന്ന് പറയുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്.
നമ്മൾ SQL query ഇൻസർട്ടിന്റെ queries ഒന്നും എഴുതണ്ട. എന്നിട്ട് റിട്ടേൺ ലോഗിൻ എന്ന് പറയുന്ന പേജ് റിട്ടേൺ ചെയ്യും. സോ ഇതാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ, നമ്മുടെ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, സെർവർ സ്റ്റാർട്ട് ആവുന്നുണ്ട്. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ റിഫ്ലക്റ്റ് ആവും. ഓക്കെ, നമ്മുടെ ലൈവ് ടോം കാറ്റ് സെർവർ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വെബ് പേജ് വീണ്ടും റീഫ്രഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡേറ്റാസ് കൊടുക്കാം. ദെൻ ഞാൻ സബ്മിറ്റ് അടിക്കുമ്പോൾ കണ്ടോ, ആ ഒരു ഡേറ്റ സേവ് ആയതുകൊണ്ടാണ് രജിസ്റ്റർ എന്ന് പറയുന്ന പേജിലോട്ട് റീഡയറക്ട് ചെയ്തത്. സോറി, ലോഗിൻ എന്ന് പറയുന്ന ഈ പേജിലോട്ട് റീഡയറക്ട് ചെയ്തത്. ഇനി നമുക്ക് ലോക്കൽ ഹോസ്റ്റ് 8080/H2 കൺസോളിൽ പോയി നോക്കാം. നമ്മുടെ ഡേറ്റാബേസ് കണക്ട് ചെയ്യുക. അതിന്റെ ഡേറ്റ വന്നിട്ടുണ്ടോ, യൂസർ ഡേറ്റ സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് കൊടുത്ത റെക്കോർഡ് ഇവിടെ ബാക്ക് എൻഡിൽ റൺ ചെയ്തിട്ടുണ്ട്. സോറി, സേവ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രണ്ട് എൻഡിൽ നിന്ന് ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലോഗിൻ ഡീറ്റെയിൽസിന്റെ കോഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.